വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് 9 മണി വാർത്ത തുടങ്ങുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ട്. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഡി നോട്ടീസ്. നേരിട്ടോ പ്രതിനിധി വഴിയോ മറുപടി നൽകണമെന്ന ഇഡി. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാവാത്ത പോലീസ്. രാഹുലിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിൽ. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാൾ. സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് ബാൽ ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്കെതിരെയും സമാന നടപടിക്ക് സാധ്യത. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്ന് മുതൽ. SIR-ലും ഡൽഹി സ്ഫോടനത്തിലും ചർച്ച വേണമെന്ന പ്രതിപക്ഷം. സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുക 13 ബില്ലുകൾ. ഗവർണറുടെ ഔദ്യോഗിക വസതി ഇന്നു മുതൽ അറിയപ്പെടുക ലോക് ഭവൻ എന്ന പേരിൽ. രാജ്ഭവൻ എന്ന പേര് മാറ്റിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശപ്രകാരം. കൊല്ലത്ത് നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് 2 മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങര സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരം. കൊച്ചി കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം കാണാതായ സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകൾ ഇന്നും നടക്കും. മകൻ സാൻഡൻ ലാമ എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. ദിത്വ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു. വടക്കൻ തമിഴ്നാട്ടിലും തെക്കൻ ആന്ധ്രയിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ശ്രീലങ്കയിൽ മരണം 334. 12 ലക്ഷം ദുരന്ത ബാധിതരെന്ന് ലഗൻ സഖ. ഇന്ത്യക്കെതിരായ ആദ്യ ഏകദിനത്തിൽ പൊരുതിത്തോറ്റ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ജയം 17 റൺസിന്. കുൽദീപിന് 4 വിക്കറ്റ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡി നോട്ടീസ്. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. നേരിട്ടോ പ്രതിനിധി വഴിയോ മറുപടി വേണമെന്നാണ് ഇഡി നിർദ്ദേശം. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനും ഒപ്പം VV അരുണും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ വിശദാംശങ്ങൾ. ഭവ്യ, മുഖ്യമന്ത്രി പിണറായി വിജയന് ഫെമ ചട്ടം ലംഘിച്ച് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മസാല ബോണ്ട് കേസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ശനിയാഴ്ചയാണ് ഇഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചിട്ടാണ് ഫെമ ചട്ടലംഘനം നടത്തി എന്നുള്ളതും കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് ലഭിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട്. എന്നാലും ഇപ്പോ വിദേശ ഇടപാടുമായി ബന്ധപ്പെട്ട് വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തു, അതുപോലെ കള്ളപ്പണ നിയമലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് ഇഡിയുടെ നോട്ടീസ്. ഭവ്യ, VV അരുൺ കൂടി വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പുതിയൊരു വിവാദത്തിന് കൂടി ഇവിടെ തെളിയുകയാണ്. വാതിൽ തുറക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് പ്രതീക്ഷിക്കണം? മറുപടിക്ക് ശേഷം മുഖ്യമന്ത്രിക്കടക്കം നൽകിയ ഇഡിയുടെ നോട്ടീസിന് അതിനുള്ള മറുപടിക്ക് ശേഷം എന്ത് പ്രതീക്ഷിക്കണം? VV അരുണിലേക്ക് എത്താം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ അഥവാ ഫെമ ലംഘിച്ചു എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട്. കേസിൽ
തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ആ നടപടി അത് ഏതു തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ED നോട്ടീസ് വരുന്നത്. പക്ഷേ സമീപകാല സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. ഇത്തരത്തിൽ പല ED നോട്ടീസുകൾ വന്നിട്ട് പോലും പിന്നെ അങ്ങോട്ട് നോട്ടീസ് കൈപ്പറ്റിയതല്ലാതെ അതിനങ്ങോട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നോട്ടീസിന് മറുപടി ഉണ്ടാകുമോ? മറുപടി ഉണ്ടായെങ്കിൽ എന്ത് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണിപ്പോൾ നോട്ടീസ് നൽകിയതെന്നാണ് അറിയാൻ സാധിച്ചത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വാഭാവികമായും ഉണ്ടാവുക. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസുണ്ട്. ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. VV അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു, ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി ഇതാ ഇവിടെ വാതിൽ തുറക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസിന് മറുപടി ഉണ്ടാകുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം തുടർന്ന്? ഈ സാഹചര്യത്തിൽ പുതിയ വിവാദം എന്ന് പറയാമെങ്കിലും 2014 ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയെ മാറിയ വിഷയമാണ് മസാല ബോണ്ടും അതുമായി ബന്ധപ്പെട്ട നടപടികളുമൊക്കെ. കേന്ദ്ര അനുമതിയില്ലാതെ എങ്ങനെയാണ് മസാല ബോണ്ട് ഇറക്കാൻ കഴിയുന്ന ചോദ്യമാണെന്ന് ഉന്നയിക്കപ്പെട്ടത്. 2019 ഈ ഒരു വിവാദത്തിന് തുടക്കം. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ കിഫ്ബി സമാഹരിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. വലിയ ആഘോഷപൂർവ്വം നമുക്കറിയാം, മണി എക്സ്ചേഞ്ചിൽ ലണ്ടനിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തുകൊണ്ട് ആഘോഷപൂർവ്വം നടത്തിയ പരിപാടി പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു. മുഖ്യമന്ത്രി സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനപ്രകാരം, മന്ത്രിസഭാ തീരുമാനപ്രകാരം എടുത്ത ഒരു നടപടി, അത് പിന്നീട് രാഷ്ട്രീയ വിവാദവും അതുപോലെ തന്നെ തോമസ് ഐസക്കിനെതിരെ CRDG റിപ്പോർട്ടുമൊക്കെ വന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ ഗൂഢാലോചന നടന്നുവെന്ന് അന്നേ CPM ആരോപിച്ചതാണ്. നിയമസഭയിലും ആർക്കാണ് അധികാരം, നിയമസഭയെ മറികടന്ന ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CAG കഴിയുമായിരുന്നു. അങ്ങനെ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി ഒക്കെ ഒരു ഘട്ടത്തിൽ മാറിയ ഒരു വിഷയമാണ്. വീണ്ടും ഇപ്പോൾ ആ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം മുഖ്യമന്ത്രിക്ക് വിശദീകരണം തേടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വൈകാതെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് നൽകും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വികസനത്തെ തടസ്സപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നു. അത് മറികടക്കാനാണ് കിഫ്ബി പോലുള്ള പദ്ധതികളിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോഴും അതും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരോപണമാണ് ആ ഘട്ടത്തിൽ CPM ഉന്നയിച്ചത്. വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിക്കുകയും ആ രീതിയിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയം. തോമസ് ഐസക്കിന് പലതവണ ED നോട്ടീസ് നൽകുന്നു. കോടതിയിലൂടെ തന്നെ തോമസ് ഐസക് അതിനെയൊക്കെ ചെറുക്കുന്നു. അങ്ങനെ പോയ ഒരു വിഷയമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ ശനിയാഴ്ചയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്, വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിനുള്ള മറുപടി നൽകുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ CPM സർക്കാരും ഇത് ഉയർത്തിക്കാട്ടും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ CPM കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇത്തരം അന്വേഷണത്തിന്റെ അതിന്റെ ഒരു ഭാഗമായുള്ള അന്വേഷണമായി ഇത് മാറുക. ഏതായാലും പ്രതിപക്ഷത്തിന് ഒരു അവസരം കൂടിയാവുന്നു സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ. കോടതിയിൽ വിഷയം വരുമ്പോൾ ആ രീതിയിലും ഇടപെടലുകൾ ഉണ്ടാകും. ഏതായാലും 9:15 മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം വരും. എങ്ങനെയാണ് CPM ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക? സ്വാഭാവികമായും CPM ഈ വിഷയം തുറന്നുമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തേക്ക് എത്തും. ആ ഒരു CPMന്റെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് കൂടി കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുമ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരും. തോമസ് ഐസക്കിനും വൈകാതെ നോട്ടീസ് നൽകും. കിഫ്ബിയുടെ CEO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ ഭാഗമായുള്ള നോട്ടീസുകൾ വൈകാതെ ലഭിക്കും. ആജ്ഞ കൂടി തുടരുന്നുണ്ട്. ആജ്ഞ, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ കിഫ്ബി ചെയർമാന്റെ മുൻ ധനമന്ത്രിയുടെ ഒക്കെ മറുപടി ഉണ്ടാകുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള അധികാരമാണ് ഉള്ളത്? ഭവ്യ, ഫേമ ചട്ടം നിയമലംഘന പ്രകാരമാണ് നിയമൽ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ED കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ED അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിഷന്റെ മുൻപാകെയാണ്. അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റിയാണ് ഇപ്പോൾ
ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കിനും അതുപോലെ ഈ കിഫ്ബി സിഇഒ കെഎം എബ്രഹാമിനും ഒക്കെ നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് 2019 9%-ലേറെ 9.79% പലിശ കണക്കാക്കി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ സമാഹരിച്ചു കിഫ്ബിക്ക് വേണ്ടി എന്നുള്ളതാണ്. അതേസമയം കിഫ്ബിക്ക് വേണ്ടി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഉപയോഗപ്പെടുത്തുന്നു എന്ന് കാട്ടിയായിരുന്നു വിദേശ നാണ്യചട്ട നിയമലംഘന പ്രകാരം ഇ ഡി ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. നേരത്തെ 2 തവണയും ഇതുമായി ശ്രീ അനിൽ ബോസ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ അനിൽ ബോസ്, നമുക്കറിയാം ഈ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണമുണ്ടായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആർട്ടിക്കിൾ 231 ലംഘനം നടന്നു എന്നായിരുന്നു അന്ന് ആരോപണമുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് അടക്കം നോട്ടീസ് വന്നിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ്, തകർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുകയാണ്. അവരുടെ പ്രത്യയശാസ്ത്ര സമീപനത്തിൽ നിന്ന് മാറി കച്ചവടവും ലാഭതാല്പര്യവും മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്വകാര്യ മുതലാളിയുടെ ഒരു സംവിധാനമായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും വിമർശനമായി ഉയരുന്നതിന്റെ ശരിവെക്കുന്ന സാക്ഷ്യപത്രമാണ് ഇ ഡി നോട്ടീസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ വിദേശ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വിനിമയ ചട്ടം മറികടന്നുകൊണ്ട് ഈ ഇടപെടലുകൾക്ക് പോകുമ്പോൾ തന്നെ വ്യക്തി എന്നുള്ള നിലയിലും പാർട്ടി എന്നുള്ള നിലയിലും വലിയ പ്രതികാരമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെയും അയാൾ പ്രവർത്തിക്കുന്ന, മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെയും തൂക്കി വിൽക്കുന്ന സമീപനമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ സ്വന്തം മകന്റെ തന്നെ, കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഔദ്യോഗിക വസതിയിലേക്ക് നോട്ടീസ് വന്ന ചരിത്രമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപാടുകളും ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു മലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷം ഇതും വിഷയമാക്കുമോ ശ്രീ അനിൽ ബോസ്? രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമല്ലോ. ഈ ഒരു വിഷയമൊന്നും മാത്രമല്ലല്ലോ. ഇതിന്റെ അകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായി അത് പൊതുജനം അറിയാനുള്ള ഇട അവർ കൊടുത്തോ? അല്ലെങ്കിൽ കേരളത്തിലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഇത് അറിയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണല്ലോ, ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ, അവർ പുറത്തു പറഞ്ഞോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ നോട്ടീസ് കിട്ടിയ മുഖ്യമന്ത്രി ക്ലാരിറ്റിയും വ്യക്തതയും ഉണ്ട്, പൊതുസമൂഹത്തോട് നന്മയും സത്യവും പറയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നോട്ടീസ് അയച്ചു, ഇത് ശരിയല്ല അല്ലെങ്കിൽ ശരിയാണ്, അനുകൂലമോ പ്രതികൂലമായ പ്രതികരണം നടത്തിയോ? ഇല്ല. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് CPM അടക്കം, CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ, വോട്ട് ചോരി അടക്കമുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ പ്രതികരിച്ച് കണ്ടോ? BJPക്കെതിരെ രാജ്യവ്യാപകമായ പോരാട്ടം നടക്കുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ മുഴുവൻ ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് വിദേശത്ത് പോയ ആളാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തുകൊണ്ടാവും? അപ്പോ അദ്ദേഹത്തിനറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള കൊള്ളകളെ പിടിക്കാൻ കഴിയുന്ന ഒരു അധികാര സംവിധാനം കേന്ദ്രത്തിൽ ഇരിക്കുന്നു, അവരുമായിട്ട് ധാരണയിൽ പോണം, അവരുമായിട്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ആ പോളിസിയാണ് ഇന്നിപ്പോ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന നോട്ടീസ് ഒക്കെ ഒരു പ്രഹസനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്തായാലും നോട്ടീസിന് സ്വാഭാവികമായും മറുപടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മറുപടി നൽകുകയാണെങ്കിൽ ആ മറുപടി അവിടെ അങ്ങനെ കിടക്കുമെന്നാണോ? സമീപകാല ഇഡിയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അല്ല, മറുപടി എന്നുള്ളതല്ല. ഇതിപ്പോ ഈ ഇടയ്ക്ക് നമ്മൾ പറയത്തില്ലേ, ഗവർണർ മുഖ്യമന്ത്രി തർക്കം കണ്ടിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റിലേക്ക് പോയാലും കൺക്ലൂഷനിലെത്താൻ ഗവൺമെന്റിനോ ഗവർണർക്കോ കഴിയുന്നുണ്ട്. ഇവരെപ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഗവൺമെന്റിനെതിരായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരും. ഇവരുടെ ആത്യന്തിക ശത്രു കോൺഗ്രസും ജനാധിപത്യ പാർട്ടികളുമാണ്, ജനാധിപത്യ മുന്നണിയാണ്. അപ്പം കേരളത്തിലെ ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഒന്നുകിൽ ഗവർണർ ഇറങ്ങും. BJP CPM ഒത്തുതീർപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് വെളിവാകുമ്പോൾ അല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നമ്പർ മാത്രമാണ്, എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ് ഈ നോട്ടീസ് എന്നാണ് ഞാൻ കാണുന്നത്. ഈ നോട്ടീസ് വരുന്നതോടുകൂടി അവര് രണ്ടാണ് എന്ന് വരാനുള്ള ഒരു പ്രചരണം ഉയർന്നു വരും. അത് ഉയർന്നു വരിക പുറമേ മാത്രമാണ്. അകത്ത് മോഡിയും പിണറായി വിജയനും അനിയൻ ബാവയും ചേട്ടൻ ബാവയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. CPMഉം BJPയും ഒന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം.
ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ ഇത് ഏറ്റവും ഗൗരവപൂർവ്വം കേരളം ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പൊതുവിഷയമാണ്. പ്രത്യയശാസ്ത്ര വ്യതിയാനം മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യയില്ലായ്മ മാത്രമല്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് SFIയുടെ റിപ്പോർട്ട്, മകനെതിരെയുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് EDയുടെ നോട്ടീസ്, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന നോട്ടീസ്, അത് ശരിയായ പാതയിൽ മുന്നോട്ട് പോയാൽ നല്ലതാണ്. ആര് ചെയ്താലും അത് പുറത്തു വരണം. പക്ഷെ ഇത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു സമീപനം മാത്രമാണ് ഈ പുകമറ, ഈ നോട്ടീസ് എന്നാണ് ഞാൻ കാണുന്നത്. ഇത് BJP CPM ഒത്തുതീർപ്പില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതിനപ്പുറം ഒരു പ്രാധാന്യവും ഞാനിതിന് കാണുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ അനിൽ ബോസ് പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും BV അരുണിലേക്ക് തന്നെ പോവുകയാണ്. അരുൺ, ഇപ്പോൾ ശ്രീ അനിൽ ബോസ് പ്രതികരിച്ചത് താങ്കൾ കേട്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇനി അങ്ങോട്ട് ഈ വിഷയമടക്കം തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തുമെന്ന് തോന്നുന്നുണ്ടോ? അതേ സമയത്ത് തന്നെ CPM BJP ബാന്ധവത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രതിപക്ഷ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്ന് ഉറപ്പാണ്. ശബരിമലയ്ക്ക് പിന്നാലെ വലിയൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാകും അവർ ഉന്നയിക്കുക. ഒന്ന്, മുഖ്യമന്ത്രിയുടെയും അന്നത്തെ മന്ത്രിസഭയുടെയും ഒക്കെ വഴിവിട്ട നീക്കങ്ങൾക്കുള്ള മറുപടിയാണ് EDയുടെ ഇപ്പോഴത്തെ നോട്ടീസ് എന്ന് പ്രതിപക്ഷം ആരോപിക്കും. മറ്റൊന്ന്, EDയുടെ ഭാഗത്ത് അവർ പ്രതീക്ഷിക്കുന്ന പോലെ നടപടി ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അത് CPM BJP ബന്ധത്തിന്റെ കൂട്ടുകെട്ടിന്റെ തെളിവായും കോൺഗ്രസ് ഉയർത്തിക്കാട്ടും. 2016 മന്ത്രിസഭയുടെ കാലത്ത് 2021 തെരഞ്ഞെടുപ്പിലേക്ക് വിഷയം ഉയർന്നു വന്നപ്പോൾ ആ രീതി തന്നെയാണ് കോൺഗ്രസ് കണ്ടത്. അല്പസമയം കെ മുരളീധരന്റെ പ്രധാന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രതികരണമെന്നും സമാനമാണ്. ED നോട്ടീസ് നൽകും, അവർ പിന്നെ മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടരുന്നതാണ്. അതിലൊരു അത്ഭുതമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ ആ രീതിയിൽ തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടും. സർക്കാർ ഇതിനെ മറ്റൊരു മറ്റൊരു വഴിയിലൂടെയാണ് ഇതിനെ കാണുന്നത്. അവർ എപ്പോഴും ആരോപിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാജ്യവ്യാപകമായി അത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ അടക്കം നിലപാടെടുക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിരോധിക്കും. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് മറ്റൊരു നിലപാടാണ്. ആ ഒരു വാദമാണ് CPM കേന്ദ്രങ്ങൾ, സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സജീവ ചർച്ചയാകാൻ ഒരു വിഷയം കൂടി വരികയാണ്. അത് മുഖ്യമന്ത്രിക്കുള്ള ഈ നോട്ടീസാണ്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകില്ല. ഇതൊരു വലിയ പ്രോസസ്സാകാം. മുഖ്യമന്ത്രി നോട്ടീസ് നൽകും, മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാനാണ് നിർദ്ദേശം. സ്വാഭാവികമായും മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകാനിടയില്ല. അദ്ദേഹം അഭിഭാഷകൻ മുഖേന മറുപടി നൽകും. തോമസ് ഐസക്കും സമാനമായി പലതവണ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞപ്പോൾ തോമസ് ഐസക് നിയമപരമായി തന്നെ അതിനെ നേരിടുകയായിരുന്നു. അത്തരം രീതി തന്നെ അവർ ഇനിയും തുടരും. അതുകൊണ്ട് തന്നെ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വിഷയമാകില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയം വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ വലിയൊരു പ്രൊസീജിയർ അതിനുണ്ടാകും. മറുപടി സ്ഥിരീകരണം ചോദിക്കുകയും അതിന് മറുപടി നൽകുകയും അത് അവർ സ്വീകരിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം. വീണ്ടും കോടതിയിൽ വലിയൊരു നിയമ പോരാട്ടത്തിന് കൂടി വഴി തുറക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സജീവ രാഷ്ട്രീയ വിഷയമായും ഇത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ ചർച്ചയായി മാറാൻ പോവുകയാണ്. ആജ്ഞ കൂടി തുടരുന്നു. ആജ്ഞ, ഈ നോട്ടീസിന് മേൽ നൽകുന്ന മറുപടി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമായിരിക്കും? അത്തരത്തിലൊരു മറുപടി ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം എന്ത് നടപടിയിലേക്കായിരിക്കും ED കടക്കാൻ പോകുന്നത്? നമുക്കറിയാം സമീപകാല EDയുടെ നടപടിയൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലമൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളം അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് നടപടി ഉണ്ടാകും എന്നതാണ്. ആജ്ഞ, ശബ്ദ സന്ദേശത്തിൽ ചെറിയൊരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് അടക്കം ഇപ്പോൾ ED നോട്ടീസ് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അടക്കം ഇപ്പോൾ EDയുടെ നോട്ടീസ് ഉണ്ടായിരിക്കുന്നുള്ളേറെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരുമായി ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ആജ്ഞ തുടരാം. ഭവ്യ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന് പ്രതിനിധി നൽകിയ ശേഷമായിരിക്കും ഇതിൽ മറ്റൊരു തീരുമാനമുണ്ടാകുക. ഭവ്യ സൂചിപ്പിച്ചതുപോലെ എന്ത് നടപടിക്രമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഫെമ ചട്ട നിയമലംഘനമാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ED തോമസ് ഐസക്കിന്
നോട്ടീസ് അയച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും അതുപോലെ കിഫ്ബി സിഇഒയ്ക്കും ഉൾപ്പെടെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. മസാല ബോണ്ട് സമാഹരിച്ചത് 2019 9.72% നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടുകൾ വിറ്റ് 2150 കോടി രൂപ കിഫ്ബിക്കായി സമാഹരിച്ചു എന്നുള്ളതാണ്. ഈ സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഫണ്ട് വഴിമാറ്റി വിട്ടു എന്നുള്ള തരത്തിലാണ് ഈ ED ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. 2019 ചേർന്ന മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കിഫ്ബി മീറ്റിംഗിലാണ് ഇത്തരത്തിൽ മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനമുണ്ടായിരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ED ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഇത് വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആയുധമായി മുന്നോട്ടെടുക്കാനുള്ള സാഹചര്യമുണ്ട്. BJP ഈ CPM-നെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി, മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഇടയ്ക്കിടെ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ആയുധം പോലെയാണ് ഇത്തരം ED അന്വേഷണവും അല്ലെങ്കിൽ ED-യുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള നോട്ടീസ് അയക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ അത്തരത്തിലാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായുള്ളതാണ് എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചയും വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ അദ്ദേഹമോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ എത്തണം എന്നുള്ളതുമാണ് ഇനിയിപ്പോൾ ബാക്കിയുണ്ടാവുക. എന്തായാലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. തുടർ നടപടികൾ ഉണ്ടാകണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുക അതിനുശേഷമായിരിക്കും. ഭവ്യ, കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ED പറയുന്നത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചിരുന്നത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം തോമസ് ഐസക്കിന് നോട്ടീസ് 2 തവണയായി നോട്ടീസ് ലഭിച്ചിരുന്നു. വലിയ ഗൂഢാലോചനയാണ് ഈ സംഭവത്തിൽ, ഈ മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്നാണ് പ്രതിപക്ഷമടക്കം ഒന്നടങ്കം ആരോപിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു മുൻ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം രമേശ് ചെന്നിത്തലയുടെ അടക്കം പ്രതികരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടതാണ്. ഇതിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഇങ്ങനെയായിരുന്നു: ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു. മസാല ബോണ്ട് അപകടമെന്ന് താൻ നേരത്തെ പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ലാവലിൻ കമ്പനിയുമായുള്ള ഡീലാണ് അവിടെ നടന്നത്. ലാവലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണെന്നും താൻ പറഞ്ഞിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക നേട്ടം ചിലർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുവന്ന പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ഇത്തരത്തിൽ ED നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP അനുകൂല നിലപാട് എടുപ്പിക്കാനുള്ളൊരു തീരുമാനം മാത്രം അല്ലെങ്കിൽ ഒരു നടപടി മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറയുന്നത്. എന്തായാലും ആര് പൊക്കിയാലും കേരളത്തിൽ BJP പൊങ്ങില്ല എന്നും ഇടയ്ക്ക് ED നോട്ടീസ് അയക്കും, പിന്നീട് അത് അങ്ങനെ തന്നെ കെട്ടുപോകുമെന്നുമാണ് K മുരളീധരൻ പറഞ്ഞത്. ഇപ്പോൾ K അനിൽകുമാർ നമുക്കൊപ്പം ചേർന്നു. ശ്രീ K അനിൽകുമാർ, ഇപ്പോഴെന്തായാലും ഇതാ ഈ ED നോട്ടീസ് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് അടക്കം. എന്ത് തുടർ നടപടി ഉണ്ടാകും? താങ്കൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണമുള്ളത്? ഇത്തരം കാര്യങ്ങളെ രംഗത്തിറക്കുക എന്നുള്ളത് BJPയുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ് എല്ലായിടത്തും. കേരളത്തിൽ താമസിക്കാൻ കാരണം വേറൊന്നുമില്ല. ഇതിനകത്ത് ഒരു കാര്യമില്ല. മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. ഒന്ന്, കേരളം എന്ന് പറയുന്ന നാടിനെ വികസിപ്പിച്ചതിൽ കിഫ്ബിയുടെ പങ്ക് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ മഹത്തായ ധനകാര്യ സ്ഥാപനത്തെ പടുത്തുയർത്തിയപ്പോൾ അതിന്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി RBI നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ് മസാല ബോണ്ട്. രാജ്യത്ത് മസാല ബോണ്ട് സ്വീകരിക്കാൻ അനുവാദമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വളരെ പരിമിതമാണ്. അതിലൊന്നാണ് കിഫ്ബി. അങ്ങനെ ധനകാര്യ സ്ഥാപനത്തിന് പണം നൽകാൻ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാവും. ആവശ്യത്തിന് ഫണ്ട് കേരള വികസനത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ചാനലായിട്ട് കിഫ്ബി ഉപയോഗിക്കാനാവും.
അത് തടയണമെന്നാണ് കേന്ദ്രത്തിന്റെ താല്പര്യം. അതിന് കേന്ദ്രം വളരെ ബോധപൂർവ്വം കിഫ്ബിയെ തകർക്കാൻ നോക്കുന്നു. ഇവിടെ ഏത് കാര്യമാണ് വിശദീകരിക്കാത്തത്? ഇപ്പൊ മുരളീധരൻ പറയുന്നത് ഇത് ഏതാണ്ട് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുമെന്നാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പേര് പുതിയ കേസ്. പക്ഷെ അതിലെ പ്രത്യേകത എന്താണ്? രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വ്യക്തിപരമായ ട്രസ്റ്റിന്റെ പേരിലേക്കാണ് നാഷണൽ ഹെറാൾഡിന്റെ സ്വത്ത് വന്ന് വീണത്. അത് അവരുടെ അക്കൗണ്ടിൽ അവർ ഇൻകം ടാക്സിന് ഹാജരാക്കിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്തല്ല. ആ സ്വത്ത് വിഴുങ്ങിയതാണ് ഇഡിയുടെ കേസ്. അല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ കേസ്. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ അങ്ങനത്തെ അക്കൗണ്ട് ഇല്ലല്ലോ. എല്ലാ അക്കൗണ്ടും ഇവിടെ കിഫ്ബി മാത്രമാണ്. അതിന്റെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു. ഇപ്പോഴല്ല, 5 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് ഈ കൃത്യമായ അക്കൗണ്ട് കൈമാറിയെന്ന് മാത്രമല്ല, പണം തിരിച്ചടച്ചതിന്റെ രേഖകളും ഹാജരാക്കി. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, അത് CNDG കണക്ക് പരിശോധിച്ചു. ആ കണക്ക് നിയമസഭയിൽ വന്നു. ഏത് കാര്യത്തെ കുറിച്ചാണ് ഇവർക്ക് ഇഡിയുടെ സംശയം എന്ന് മാത്രമേ ഉള്ളൂ. കിഫ്ബിയെ വിവാദത്തിലാക്കണം. അല്ല, ഇഡി പറയുന്നത് ഈ മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ഇഡിയുടെ ആരോപണം. അതിനല്ലേ RBIയുടെ അനുമതി? നിങ്ങൾ കിഫ്ബിക്ക് വേണ്ടി രാജ്യത്തിനകത്ത് പണം സ്വീകരിച്ചത് തെറ്റല്ലല്ലോ. രാജ്യത്തിന് പുറത്തുനിന്ന് പണം സ്വീകരിക്കണമെങ്കിൽ അതിന് അനുമതി കിട്ടണം. അനുമതി ആര് തരണം? തരേണ്ടത് RBI ആണ്. RBI അനുവാദമില്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് പണം ഏറ്റുവാങ്ങുമോ? സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, RBIയുടെ അനുവാദമില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്ക് ഈ പണം സ്വീകരിക്കുമോ? അവർ കൃത്യമായിട്ടും വിവരം കൈമാറണ്ടേ? ബാങ്കുകൾ കൈമാറിയില്ല, ഞങ്ങൾ ഈ പണം സ്വീകരിച്ചു, RBIയുടെ ലൈസൻസ് പ്രകാരം ഈ പണം കിഫ്ബി സ്വീകരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ബാങ്കിലെ പണം വന്നത്. ആ ബാങ്കുകൾ RBIക്ക് കണക്ക് കൊടുത്തിട്ടില്ലേ? കിഫ്ബിയെ കണക്ക് കൊടുത്തിട്ടില്ലേ? ഇതിൽ ഏതിനാ സംശയമുള്ളത്? അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ കളിയാണ്. ഈ യുദ്ധത്തെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കാരണം കേരള വികസനത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് കേരളത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയും ഗവൺമെന്റുമാണ് ഇന്ത്യയിലുള്ളത്. അവരെ കൂടെ മറികടന്നാണ് കേരളം നേടുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ലോകത്തോട് പറയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നു. അപ്പോൾ അതേ സമയത്ത് പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കുവാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതു തരത്തിൽ പ്രതിരോധിക്കും CPM? അല്ല, കോൺഗ്രസ്സുകാര് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നിട്ട് അവർക്ക് എത്ര സീറ്റ് കിട്ടി? അവർ മുന്നോട്ട് പോയോ പുറകോട്ട് പോയോ? എന്തെല്ലാം കെട്ടുകഥയും പറഞ്ഞു നടന്നു ഇത്രയും കൊല്ലക്കാലം. ക്യാമറ അഴിമതി എന്തായി? ഹൈക്കോടതിയിൽ സതീശനല്ലേ തോറ്റത്? അതുപോലെ K-ഫോൺ അഴിമതി കള്ളക്കഥ പറഞ്ഞില്ലേ? ആരാണ് തോറ്റത്? പ്രതിപക്ഷം എന്നെ ആയുധമാക്കാറുള്ളത്. തൽക്കാലം ഇപ്പൊ അവരുടെ തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തൽക്കാലം ഇത് ഉപയോഗിക്കാമെന്നാണോ കരുതുന്നത്? നമുക്ക് ആ ചന്ദ്രശേഖരന്റെ ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാലോ, ED ഒരു കേസെടുക്കട്ടെ. കോൺഗ്രസ് ആവശ്യപ്പെട്ട് കണ്ടില്ലല്ലോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഭൂമി കച്ചവടം, അല്ലെ സംസ്ഥാന സെക്രട്ടറി അഴിമതി നടത്തി. കരുവന്നൂർ എന്ന് നിലവിളിക്കുന്ന കോൺഗ്രസ്സുകാര് എന്തുകൊണ്ടാണ് അവിടെ തിരുവനന്തപുരത്തെ ഈ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ബാങ്കിന്റെ പേര് കോൺഗ്രസ്സുകാർക്ക് അറിയാവും? ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. കൂട്ടുകച്ചവടമാണ്. ഇതെല്ലാം പൊളിക്കാനാണ് ഈ യുദ്ധം സഹായിക്കുക എന്നാണ് ഞങ്ങൾ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. എന്ത് മറുപടി നൽകും, എന്ത് തുടർ നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. അജ്ഞ രവീന്ദ്രൻ കൂടി തുടരുന്നുണ്ട്. അജ്ഞ, എന്തായാലും ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിവെക്കുകയാണ്. പ്രതിപക്ഷം വലിയ ആയുധമാക്കുമ്പോൾ ഞങ്ങൾക്കിതൊരു വിഷയമേ അല്ല എന്ന് CPM പറയുന്നു. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഒരു നടപടി അത് ഉണ്ടാകുമ്പോൾ എന്ത് മറുപടി നൽകും, അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ്. അവയെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും തോമസ് ഐസക്കിന് കിഫ്ബി ഇടപാടുമായി ബന്ധപ്പെട്ട് ഫെമ ചട്ട നിയമലംഘനം നടത്തിയെന്നും കാണിച്ച് നേരത്തെയും നോട്ടീസ് അയച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ സമൻസ് തന്നെയായിരുന്നു അയച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ഇത്തരത്തിലൊരു EDയുടെ ഇടപെടൽ ഉണ്ടാക്കി. അതും അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ കഴിഞ്ഞ 3 മാസം മുൻപാണ് ED റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും അതുപോലെ KM എബ്രഹാമിനും കിഫ്ബി CEO KM എബ്രഹാമിനും നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നാണ് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. നിർദ്ദേശത്തിന് ശേഷമായിരിക്കും ഭവ്യ സൂചിപ്പിച്ചതുപോലെ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതേസമയം മസാല ബോണ്ട് ഉപയോഗിച്ച്
സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വഴിമാറ്റി ചിലവഴിച്ചു എന്ന് കാണിച്ചാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഫെമ ചട്ട നിയമലംഘനം കണ്ടെത്തിയിട്ട് തന്നെയാണ് ED ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം 2019 ഇതുമായി ബന്ധപ്പെട്ടത് കിഫ്ബിയുടെ ധനസമാഹരണത്തും ഈ മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 9.72% പലിശ നിരക്കിൽ വിൽക്കുന്ന സാഹചര്യമുണ്ടായത്. അതിലൂടെ 2150 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. ഈ പണമാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ വഴിമാറ്റി ചിലവഴിച്ചു. വിദേശ നാണ്യ നിയമ ചട്ടലംഘനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും മസാല ബോണ്ട് ഇന്ത്യൻ റുപ്പി, അതായത് അതിൻ്റെ രൂപയുടെ വിലയിൽ തന്നെയാണ് മസാല ബോണ്ട് വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വിറ്റഴിക്കുന്നതും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് ഡയറക്റ്റ് ഈ പറഞ്ഞതിൽ വിദേശ കറൻസികളുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെയാണ് മസാല ബോണ്ടുകൾ വിറ്റഴിക്കുന്നത്. 2014 ഈ ഒരു സിസ്റ്റം ആരംഭിച്ചതും 2019 മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കിഫ്ബി യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടുകൾ ഇറക്കാം എന്നൊരു തീരുമാനമാക്കിയതും അതിനുശേഷം 2150 കോടി രൂപ അതിൽ നിന്ന് സമാഹരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഇപ്പോൾ ED ആയുധമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ തോമസ് ഐസക്കിന് 2 തവണ ED നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും, മുൻ ധനമന്ത്രിയാണ് തോമസ് ഐസക്ക്, അതുപോലെ കിഫ്ബി CEO കെയിം എബ്രഹാമിനും നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതിലെ വിശദീകരണങ്ങൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ഇവർ നൽകിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു നീക്കം, കേന്ദ്ര ഏജൻസിയുടെ നീക്കമുണ്ടായത് അത് CPM-നെ നിലയ്ക്ക് നിർത്താൻ, മുഖ്യമന്ത്രി പിണറായി വിജയനെ നിലയ്ക്ക് നിർത്താനുള്ള BJP-യുടെ ആയുധമാണ്, ഭയപ്പെടുത്തൽ ആയുധമാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, ഈ BJP-യും CPM-ഉം തമ്മിലുള്ള ബാന്ധവം മറ്റുള്ളവർക്ക് വ്യക്തമാക്കാനുള്ള നീക്കം കൂടിയാണ് എന്നുള്ള ആരോപണങ്ങളും നമ്മൾ ചർച്ചയിൽ തന്നെ കേട്ടതാണ്. അത്തരം ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയ ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമാവുക. അല്ലെങ്കിൽ ഇവർക്ക് നോട്ടീസാണ് അയച്ചിരിക്കുന്നത്, അതായത് വിശദീകരണം നൽകാനുള്ള നോട്ടീസാണ് നിലവിൽ അയച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. അതിന് വിശദീകരണം നൽകിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ഭവ്യ. ആജ്ഞ രവീന്ദ്രനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണവും ഡൽഹി സ്ഫോടനവും അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പുതിയ തൊഴിൽ നയം, സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം തുടങ്ങിയവയും ചർച്ചയാകും. MG മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, SIR ഇന്ന് വലിയ തരത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി SIR ചർച്ചയ്ക്ക് എടുത്തില്ലെങ്കിൽ സഭ പ്രക്ഷുബ്ധമാവും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതോടൊപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയാവുക ഇന്ന് പാർലമെന്റിൽ? ഭവ്യ, തീർച്ചയായും സ്വാഭാവികമായും ഈ വിഷയങ്ങളിലൊക്കെ സഭയുടെ, അതായത് പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ്, പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗ് ഇപ്പോൾ തുടരുകയാണ്. അതിൽ എല്ലാ കക്ഷികളും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ SIR-മായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് എടുക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും സമാനമായ രീതിയിൽ മുൻകാലങ്ങളിൽ സഭ ഏറ്റവും ഒടുവിൽ ചേർന്നപ്പോഴും പാർലമെന്റിന്റെ ഇരു സഭകളിലും സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് വലിയ പ്രതിഷേധത്തിനായിരുന്നു. അതേ രീതിയിൽ തന്നെ ഇന്നും
സമാനമായ പ്രതിഷേധത്തിന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. പാർലമെന്റ് ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ഇരു സഭകളിലും പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകും. പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് അരങ്ങൊരുങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഏത് തരത്തിൽ സ്വീകരിക്കണം, ഒപ്പം തന്നെ അതിൻ്റെ ചർച്ചയുടെ ഭാഗമായി ആരൊക്കെ സംസാരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഏതായാലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. 11 മണിക്ക് സഭ ആരംഭിക്കുമ്പോൾ വിഷയത്തിന്മേൽ ചർച്ചയ്ക്ക് എടുത്തില്ല എങ്കിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കാണാനാകുകയും ചെയ്യും. നമുക്കറിയാം 14 ദിവസമാണ് ഈ സഭാ സമ്മേളനം, 15 ദിവസമാണ് സിറ്റിംഗ് ചേരുന്നത്. ഈ മാസം 19 വരെയാണ് സഭാ സമ്മേളനം ഉള്ളത്. ഈ 15 ദിവസങ്ങളിലായി ചേരുന്ന പാർലമെന്റ് ഇരുസഭകളിലുമായി ഏകദേശം പ്രധാനപ്പെട്ട 19ഓളം ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനായിട്ടുണ്ട്. ആ ബില്ലുകളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്. അതൊക്കെ നിർണായക ചർച്ചകളിലൂടെ മാത്രമേ അത് പാസ്സാക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പ്രതിപക്ഷം സഹകരിച്ച് ഈ ഒരു സഭാ സമ്മേളനത്തിന് ഒരു തരത്തിലുമുള്ള വ്യക്തികൾ ഉണ്ടാക്കണമെന്നുള്ള അഭ്യർത്ഥന കഴിഞ്ഞ ദിവസം ചേർന്ന ഓൾ പാർട്ടി മീറ്റിംഗിലടക്കം സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ചില സൂചനകൾ, ചില മുന്നറിയിപ്പുകൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. SIR, ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം, ഡൽഹിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇതിലൊക്കെ ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അത് കൃത്യമായി പാർലമെന്റിൽ പ്രത്യേക ചർച്ചകൾ നടത്തി അതിൽ കൃത്യമായ മറുപടികൾ നൽകണം ഈ വിഷയങ്ങളിലൊക്കെയാണ് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതിന് സ്വാഭാവികമായും തയ്യാറാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇന്നും സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഭവ്യ. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ രാജ്ഭവനുകൾ ലോക് ഭവനുകളായി മാറുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ രാജ്ഭവൻ ഇന്ന് പുതിയ പേര് സ്വീകരിക്കും. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കി സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ സാന്നിധ്യം കൂടുതൽ പ്രത്യക്ഷമാക്കാനാണ് NDA സർക്കാരിന്റെ ഈ റീബ്രാൻഡിംഗ്. കൊളോണിയൽ പൈതൃകം പേറുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തുടനീളമുള്ള ഗവർണർമാരുടെ വസതികളുടെ നാമം രാജ്ഭവനിൽ നിന്നും ലോക് ഭവനിലേക്ക് മാറ്റാനുള്ള വിജ്ഞാപനമിറക്കിയത്. കഴിഞ്ഞ വർഷം നടന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുന്നോട്ട് വെച്ച ആശയമാണ് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഇങ്ങനെയൊരു പേരുമാറ്റം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത്. നിലവിൽ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളുടെ പേര് രാജ്നിവാസിൽ നിന്നും ലോക് നിവാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പേരുമാറ്റിന് പിന്നിൽ പ്രധാനമായി പറയുന്നൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പേരായിരിക്കണം ഈ ഒരു ഇത്തരം വസതികൾക്കടക്കം നൽകേണ്ടത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്ഭവൻ എന്നത് ഒരു കൊളോണിയൽ പദമാണെന്നും ലോക് ഭവൻ, അതായത് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വസതി എന്നായിരിക്കണം പേരെന്ന് ഈ ഒരു ഗവർണർമാരുടെ അടക്കമുള്ള ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനമായും ഇപ്പോൾ പേരുമാറ്റവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരള ഗവർണർ ഇതുമായി സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടുകൂടി കേരളത്തിലെയും പേര് മാറും. അതായത് രാജ്ഭവൻ എന്നിൽ നിന്നും ലോക് ഭവനിലേക്ക് മാറി ലോക് ഭവൻ കേരള എന്ന പേര് നമ്മുടെ ഗവർണറുടെ വസതിക്ക് സ്വീകരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു പേരുമാറ്റ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അസമിലും മറ്റും കഴിഞ്ഞ ദിവസം ഈ ഒരു പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. തുടർന്ന് വരുന്ന മാസങ്ങളിലും ഈ പേരുമാറ്റം വരുന്നതോടുകൂടി രാജ്ഭവൻ എന്നത് ഓർമ്മയാകും. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു. ഇന്നലെ 50,000-ൽ പരം അയ്യപ്പന്മാരാണ് മല ചവിട്ടിയത്. ഇന്ന് 9 മണിവരെ 31,469 പേർ ദർശനം നടത്തി. 2 ദിവസമായി സന്നിധാനത്ത് തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം സാധ്യമായതിൻ്റെ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ഇന്നലെ 50,000-ലേറെ പേർ മാത്രമാണ് സന്നിധാനത്ത് എത്തിയത്. സാധാരണ 1 ലക്ഷത്തോളം പേർ എത്തുന്ന സ്ഥാനത്താണ് ഇത്. മിനിയാന്ന് 76,000 പേരുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ 50,000-ആയി അത് ചുരുങ്ങി. പ്രത്യേകിച്ചും ഈ സമയത്തെ സാഹചര്യം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവ് വന്നത്. എന്നാൽ ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു സന്നിധാനത്തും പരിസരത്തുമെല്ലാം. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് സുഖമായി ദർശനം സാധ്യമായി. ഇന്ന് രാവിലെ 23,000-ഓളം പേരാണ് ഇന്ന് രാവിലെയുള്ള ആദ്യ മണിക്കൂറുകളിൽ എത്തിയത്. ഏതായാലും തീർത്ഥാടകർ പറയുന്നത് ഏറ്റവും സുഗമമായി എത്തി എന്നാണ്. തെലങ്കാന ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ലൈൻ ആൻഡ് all of is good. നന്നായിട്ട് ദർശനം വേഗം വന്നില്ല, കൂടുതൽ തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നു.
ശരി, ഓക്കെ, താങ്ക് യു. അതാണ് തീർത്ഥാടകരുടെ പ്രതികരണം. അധികം തിരക്കില്ലാതെ വരാൻ സാധിച്ചു എന്നുള്ള സന്തോഷമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതേസമയം തീർത്ഥാടകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ അതിനനുസരിച്ച് അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായി 11 പേരാണ് ഹൃദയാഘാതം മൂലം സന്നിധാനത്ത് പരിസരത്തുമായി മരിച്ചത്. അവരെ തിരിച്ചു കൊണ്ടുപോകാൻ സ്ട്രെച്ചറുകളാണ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ആ സ്ട്രെച്ചറുകൾക്ക് പകരം തീർത്ഥാടകരെ ആംബുലൻസ് കൊണ്ടുപോകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുപ്രകാരം ഇനി ആംബുലൻസിലാകും തീർത്ഥാടകർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ കൊണ്ടുപോവുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തീർത്ഥാടകരെ ആംബുലൻസ് കൊണ്ടുപോകാറുണ്ട്. ഇക്കാര്യത്തിലും ആംബുലൻസ് ഉപയോഗിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ വലിയ നടപ്പന്തലിലെല്ലാം തന്നെ തീർത്ഥാടകർ വലിയ ക്യൂ കാണുന്നില്ല. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നേരം നിന്ന് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. അത് സന്തോഷകരമായ വാർത്തയുമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഇനി കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി MG രേണുക കൊല്ലത്ത് നിന്നും തത്സമയം ചേരും. രേണുക, സ്വന്തം നാടാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ആവേശം, പോരാട്ടം അതെവിടെ നിൽക്കുന്നു? 3 മുന്നണികളും സജ്ജമാണല്ലോ അല്ലേ? ഭവ്യ, ഞാനിങ്ങനെ ആളുകളെ കണ്ട് അവരുടെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ചും അറിഞ്ഞും വരികയാണ്. ഇപ്പോൾ ഇരവിപുരത്തെ ഒരു പ്രധാന മത്സ്യവ്യാപാര സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ചന്തയ്ക്ക് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, കൊല്ലം ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉള്ള ഇടമാണ്. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു, കോർപ്പറേഷൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഭരിക്കുന്നു. 11 ബ്ലോക്കിൽ 10 ബ്ലോക്കുകളും ഭരിക്കുന്നു. 4 നഗരസഭകളിൽ 3 നഗരസഭകളും ഭരിക്കുന്നു. അങ്ങനെ വലിയ മേൽക്കൈ ഉണ്ട്. ആ മേൽക്കൈ കെടുത്തുക, ഇത്തവണ തങ്ങളുടെ ശക്തി തെളിയിക്കുക, തിരിച്ചു പിടിക്കുക, അതാണ് UDFന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്ന ഘടകം. അങ്ങനെ വീറും വാശിയുമേറിയ പോരാട്ടമാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഇടം മത്സ്യത്തൊഴിലാളികളുടെ മേഖല കൂടിയാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കശുവണ്ടി മേഖല നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഇതൊക്കെയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? വോട്ട് ചെയ്യണ്ടേ? വോട്ടുണ്ട്. ഒരു വോട്ട് നല്ലത് ചെയ്യുന്ന ആരും അവർക്ക് ചെയ്യത്തുള്ളൂ. ആരാ നല്ലത് ചെയ്യുന്നേ? ആരായാലും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക അവർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ആരാണെന്നൊന്നും പറയുന്നില്ല. പെൻഷനൊക്കെ കൂട്ടിയതിൽ സന്തോഷമാണോ? പെൻഷനൊക്കെ കൂട്ടിയാൽ പെൻഷൻ മേടിക്കുന്നവർ മേടിക്കും. ഞങ്ങൾക്ക് പെൻഷനൊന്നും ആയില്ലല്ലോ. ശരി, എന്തായാലും ഇവിടെ നമുക്ക് ഇനിയും ആളുകളുണ്ട്, അവരോടൊക്കെ ചോദിക്കാം. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് പോകുന്ന പാർട്ടിക്കാരെ നമുക്ക് എന്താ നല്ലത് ചെയ്യുന്ന അവർക്ക് അവർ വോട്ട് ചെയ്യും. എല്ലാവരും വന്ന് വോട്ടൊക്കെ ചോദിച്ച് പാർട്ടി അവരെ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരു വോട്ടുണ്ട്, ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുക. നല്ലത് ആര് ചെയ്യുന്നോ അവർക്കുണ്ട് ഒരു വോട്ട്. പാർട്ടിയൊന്നും പറയത്തില്ല. കച്ചവടത്തെ ബാധിക്കില്ലേ? കച്ചവടത്തെ ബാധിക്കോ? കച്ചവടം ബാധിക്കാൻ നമ്മള് ബിസിനസ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അത് ബാധിക്കേണ്ടവർക്ക് കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് അവർക്ക് എന്താ ചെയ്യാനുള്ളത് അവർ ചെയ്യട്ടെ, നമുക്കുള്ളത് നമ്മൾ ചെയ്യും. ഇടതുപക്ഷത്തിന് തുടർച്ച കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഇടതുപക്ഷം ഒന്നുമില്ല, നമുക്കൊരു വോട്ടുണ്ട്, ആൾക്കാരൊന്നും ചെയ്യും. അത്രേ ഉള്ളൂ. മാറ്റം ഉണ്ടാവുമോ കൊല്ലത്ത്? മാറ്റം ഉണ്ടാകണമല്ലോ. എന്താ വലിയ കൊല്ലത്തിന്റെ പ്രശ്നം? എന്താ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വികസനം വേണം, അത്രേ ഉള്ളൂ. നാട് നന്നാകണം, ഇതൊക്കെ ഉള്ളൂ. വികസനത്തിനാണ് അവരുടെ വോട്ട്, അതനുസരിച്ച് വോട്ട് ചെയ്യുമെന്ന കാര്യമാണ് പറയുന്നത്. റോഡ്, അത് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. റോഡിലെ പ്രശ്നങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നു. എങ്ങനെയാ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്? ഇവിടെ ഈ മാർക്കറ്റ് നവീകരണത്തിന് ഇവിടെ അഭിമന്യു എന്ന് പറഞ്ഞ കൗൺസിലറാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തത്. CPMന്റെ കൗൺസിലറാണ്. അയാൾ നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. പിന്നെ ഇവിടെ റെയിൽവേയുടെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി ഇതുവഴി പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അതാണ് പ്രധാനം. പക്ഷേ മാർക്കറ്റൊക്കെ നവീകരിച്ചത് CPM അഭിമന്യു കൗൺസിലറായിട്ടിരുന്ന സമയത്താണ്. എല്ലാം ഭംഗിയായിട്ട് ചെയ്തു, സന്തോഷത്തോടെ. വ്യക്തികളെ നോക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത്. അതെ, വ്യക്തികളെ നോക്കിയല്ല, വ്യക്തികളെ നോക്കിയാണ് ചെയ്തത്. നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കല്ലേ നമ്മൾ. കൊല്ലത്തിന് മാറ്റം ഉണ്ടാവോ? തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട് കൊല്ലത്ത്? സ്ഥാനാർത്ഥികളൊക്കെ വന്ന് വോട്ട് ചോദിച്ചോ?
മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടോ? ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇവിടെ? ഉണ്ട്. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? മാർക്കറ്റിൽ മീനിന്റെ പ്രശ്നമാണ്. മീനൊക്കെ ഉണ്ട്, മറ്റുള്ള ഒരു കുഴപ്പമില്ല. നിങ്ങൾ തൃപ്തരാണ്? അപ്പൊ തുടർച്ചയാണ്, ഭരണ തുടർച്ചയാണോ ആഗ്രഹിക്കുന്നത്? അതെ. അപ്പോൾ ഇവിടെ മത്സ്യം ഇറക്കുന്നതിന്റെ തിരക്കൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ അവർ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. വികസനം ഒരു പ്രശ്നമാണ്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. പക്ഷേ അവർ ആർക്കാണ് അവരുടെ പിന്തുണ എന്ന കാര്യത്തിൽ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയുണ്ട്? ഒന്നും പറയുന്നില്ല. എല്ലാം മനസ്സിലുണ്ട്, അത് വോട്ടായിട്ടങ്ങ് പ്രതിഫലിപ്പിക്കും അല്ലേ? അതിനപ്പുറം ഒരു പ്രതികരണം ഇല്ല. അപ്പോൾ മനസ്സ് തുറക്കാൻ തയ്യാറാകുന്നില്ല ഇവിടെ പലരും എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഭവ്യ, എന്തായാലും നമുക്ക് പുറത്തു ഇറങ്ങിയാൽ സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണം ഇപ്പോൾ ഏതാണ്ട് 9:30 പോകുന്നു. 9:30 കഴിഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് സ്ഥാനാർത്ഥികളൊക്കെ സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രചരണം ഉച്ചസ്ഥായിയിൽ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരെയായി കണ്ടുവരികയാണ്. ഇവിടെ ഭരണ തുടർച്ച അവകാശപ്പെടുന്നുണ്ട് ഇടതുപക്ഷമെങ്കിലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന നിലയിൽ കോർപ്പറേഷനും സർക്കാരിൻ്റെ ഭരണവും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവും ഒക്കെ ഒരുമിച്ച് നടത്തുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതിലാണ് UDFന്റെ പ്രതീക്ഷ. BJPയും ഒപ്പം പ്രതീക്ഷ വയ്ക്കുന്നു. കാരണം ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊല്ലത്ത് വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആനുകൂല്യം തങ്ങൾക്ക് ലഭിക്കും എന്നതാണ് അവർ കരുതുന്നത്. ഒപ്പം പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഈ ഉയരുന്ന വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായി കൊല്ലത്ത് അനുഭവപ്പെടുന്നുണ്ട്. അത് ഒരു മാറ്റത്തിലേക്കാണോ എന്നൊന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചുള്ളത്. ശരി, MG രേണുകയാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടർന്ന് പോലീസ്. പാലക്കാടും കോയമ്പത്തൂരും പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയിരുന്നു. രാഹുലിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന് നിരീക്ഷണത്തിലാണ്. അതേസമയം ഇരയുടെ ഐഡന്റിറ്റി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിജീവിതയുടെ ചിത്രം പുറത്തുവിട്ട സന്ദീപ് വാര്യർ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്തു. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തത്. കെയർടേക്കറെ SIT എന്ന് ചോദ്യം ചെയ്യും. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള അമാന്തം പോലീസിനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കാറടച്ച ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത് അല്ലേ? പക്ഷേ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് കിട്ടിയോ ഇല്ലയോ എന്ന്. അറസ്റ്റിലേക്കെന്ന ഒരു പ്രതീതി പോലീസ് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വിരളമാണ് എന്ന സൂചനകളാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താൽ അത് കോടതി നടപടികൾക്ക് അത് കോടതി അലക്ഷ്യമാകുമോ എന്നൊരു സന്ദേഹം ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു സർവൈലൻസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കാതിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കടുത്ത ഒരു നടപടി രാഹുലിനെതിരെ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് അഭിഭാഷകരെ കാണാനെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്ന വാദത്തിൽ സംശയമുണ്ട് എന്നുകൂടി പോലീസ് പറയുകയാണ്. അത്തരം ചില സംശയങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് മുങ്ങിയിട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു നീക്കമായിരുന്നു ഇത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. കാരണം പല CCTV ദൃശ്യങ്ങളും അതായത് ഈ എത്തി എന്ന് പറയുന്ന സമയത്തെ ഏതാണ്ട് 1 മണിക്കൂർ സമയം അഭിഭാഷകന്റെ ഓഫീസിൽ അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ള സൂചനകളായിരുന്നു പുറത്തു വരുന്നത്. പക്ഷേ സമീപ സ്ഥലങ്ങളിലേക്ക് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയെന്ന് ഉറപ്പിക്കാനാവുന്ന തെളിവുകളൊന്നും ഇതുവരെ പോലീസിനും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നുള്ള വാദം പോലീസ് തള്ളുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ എവിടെ എന്നൊരു ചോദ്യം അങ്ങനെ തന്നെ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച യുവതി പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട്ട് നിന്ന് അപ്രത്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ എവിടേക്കാണ് പോയതെന്ന് അറിയാതെ CCTV ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്തു കൂടിയാണ് ആ വാഹനത്തിൽ അവിടെ നിന്ന് മാറിയിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നത്. കാരണം പല CCTV ക്യാമറകളും പല ഭാഗങ്ങളിലുള്ള ക്യാമറകൾ കൃത്യമായി പരിശോധിച്ചെങ്കിലും
രാഹുൽ ഏത് ദിശയിലാണ് പോയതെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോൺ പലപ്പോഴും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. ഫോൺ രാഹുലിനൊപ്പം ഉണ്ടോ എന്ന കാര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ മങ്കൂട്ടത്തിൽ ഫ്ളാറ്റിൽ നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ ഈ CCTVയിലില്ല. അത് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് കൃത്യമായൊരു സ്വാധീനത്തിന് വഴങ്ങി ഫ്ളാറ്റിന്റെ കെയർടേക്കർ ബോധപൂർവം ചെയ്തൊരു നീക്കമാണോ എന്നുള്ള സംശയമാണ് SITക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിലേക്ക് പരിശോധന നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കെയർടേക്കറെ SIT ഇത് വീണ്ടും പാലക്കാടുള്ള രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെത്തി വിശദമായി ചോദ്യം ചെയ്തേക്കും. ഒരുപക്ഷെ ഈ കെയർടേക്കറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാകുമെന്നൊരു പ്രതീക്ഷ കൂടി SITക്കുണ്ട്. അതിനിടയിലാണ് യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പരസ്യമായ പ്രതികരണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വറിനെ ഇന്ന് രാവിലെ 11 മണിക്ക് വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം ഈ കേസിലെ 4ാം പ്രതിയായ സന്ദീപ് വാര്യർ രാവിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഹുൽ മങ്കൂട്ടത്തിന്റെ അതേ അഭിഭാഷകൻ തന്നെയാണ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും ഈ ഇരയെ ബോധപൂർവം അധിക്ഷേപിക്കാനും അവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ശ്രമിച്ച ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെയും അതോടൊപ്പം ഫേസ്ബുക്ക് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നവരെയും കേന്ദ്രീകരിച്ച് ഓരോ ജില്ലകൾ തോറും പരിശോധന നടക്കുകയാണ്. ഈ കേസിൽ ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടായേക്കുമെന്നാണ് വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ഇടങ്ങളിൽ ഒരേ പേരിലുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങിയതോടെ വോട്ടർമാർ ആശയക്കുഴപ്പത്തിലായി. പാലക്കാട് ഷൊർണൂർ നഗരസഭ 4ാം വാർഡ് തൃപ്പുറ്റയിലാണ് അയൽവാസികളായ M സ്മിത UDF സ്ഥാനാർത്ഥിയായും P സ്മിത LDF സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നത്. അതുപോലെ വാർഡ് 15 ചുടുവാലത്തൂരിൽ ബാല്യകാല സുഹൃത്തുക്കളായ 2 സുജാതമാർ തമ്മിലാണ് മത്സരമുള്ളത്. പാലക്കാട് ഷൊർണൂർ നഗരസഭ തൃപ്പറ്റ വാർഡിലെ സ്ഥാനാർത്ഥികളായ 2 സ്മിതമാരും അയൽവാസികളാണ്. പല കാര്യങ്ങൾക്കും ഒന്നിച്ചാണ് ഇവർ യാത്ര ചെയ്യുന്നതെങ്കിലും ഇരുവരും ഒരേ വാർഡിൽ വ്യത്യസ്ത പാർട്ടികളിൽ മത്സരത്തിനിറങ്ങുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. LDF സ്ഥാനാർത്ഥിയായ P സ്മിതയാണ് ആദ്യം വാർഡിൽ പ്രചാരണം ആരംഭിച്ചത്. പിന്നീടാണ് M സ്മിതയെ വാർഡിൽ UDF സ്ഥാനാർത്ഥിയാക്കിയത്. പേരുകൾ പറഞ്ഞ് വോട്ട് തേടുന്നതിനു പകരം ഇരുവരും ഇപ്പോൾ ചിഹ്നം പറഞ്ഞാണ് വോട്ട് തേടുന്നത്. ആദ്യം ആരാണ് സ്ഥാനാർത്ഥി വാർഡ് നിശ്ചയിച്ച്? സ്മിതയാണ് വന്നത്. പിന്നെ ഞാൻ വന്നു, യാദൃശികമായിട്ട് വന്നു. പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ വാർഡുകളിലൊക്കെ നമ്മൾ വീട്ടില് പോകുമ്പോ ഈ ചിഹ്നം പറഞ്ഞ് വോട്ട് വയ്ക്കാറുണ്ടോ? ഞാൻ പറയും കൈപ്പത്തിയിലെ വോട്ട് ചെയ്യണം എന്ന് പറയും. M സ്മിതയാണ്, കൈപ്പത്തിയാണ് എന്ന് പറയും. നഗരസഭയിലെ 15ാം വാർഡ് ചുടുവാലത്തൂരിൽ മത്സരിക്കുന്നതും ഒരേ പേരിലുള്ള 2 സഹപാഠികളാണ്. LDF സ്ഥാനാർത്ഥിയായി TP സുജാതയും UDF സ്ഥാനാർത്ഥിയായി M സുജാതയുമാണ് പരസ്പരം മത്സരിക്കുന്നത്. ഷൊർണൂർ സെന്റ് തെരേസ സ്കൂളിലാണ് 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഇരുവരും ഒരുമിച്ച് പഠിച്ചത്. LDF സ്ഥാനാർത്ഥി TP സുജാത ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ 2 എതിർ സ്ഥാനാർത്ഥികള് രണ്ടാളും ക്ലാസ്മേറ്റുകളാണ്, ഗവൺമെന്റിൽ പഠിച്ചവരെ. രണ്ടുപേരുടെ പേരുകൾ എത്രത്തോളം ബുദ്ധിമുട്ടാവുന്നുണ്ട് ഒരേ സ്ഥലത്ത് പോയി വോട്ട് ചോദിക്കുമ്പോ? വോട്ട് ചോദിക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടാളും സുജാത ചെയ്യാ കാരണം എന്ന് പറയുന്നുണ്ട്. ഞാൻ M ആണ്, അവള് TP ആണ്. ചിഹ്നം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്? കൈപ്പത്തി ചിഹ്നമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്റെ ചിഹ്നം അതാണെന്നുള്ളത്. ഷൊർണൂർ വില്ലേജ് ഓഫീസിൽ അപേക്ഷകൾ എഴുതി നൽകുന്ന ജോലിയാണ് UDF സ്ഥാനാർത്ഥിയായ M സുജാതയുടേത്. ഒരേ നാട്ടുകാരായതിനാൽ പരസ്പരം കാണാറുണ്ടെങ്കിലും എതിരായി മത്സരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഇരുവരും പറഞ്ഞു. ചുടുവാലത്തൂരിൽ കൈപ്പത്തിയും അരുവാൾ ചുറ്റിക നക്ഷത്രവും ഉയർത്തിക്കാണിച്ചാണ് ഇവരുടെ വോട്ട് തേടൽ. ന്യൂസ് 18 പാലക്കാട്. പുനലൂർ നഗരസഭയിൽ പലയിടത്തും മത്സരാർത്ഥികളെ കണ്ടെത്താനാകാതെ BJP. 36 വാർഡുകളിൽ 13 ഇടങ്ങളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയ വാർഡുകളിലും ഇക്കുറി മത്സരിക്കാൻ ആളില്ല. സമീപ പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴാണ് കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച പുനലൂരിലെ 13 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. നിലവിൽ 23 വാർഡുകളിൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥിയുള്ളത്. കാഞ്ഞിരമല, ചാലക്കോട്, പേപ്പർ മിൽ, നെടുങ്കയം, മുസാവരി, നെല്ലിപ്പള്ളി, വിളക്കുവെട്ടം, കല്ലാർ, തുമ്പോട്, ഗ്രേസിംഗ് ബ്ലോക്ക്, കക്കോട്, മണിയാർ, ചെമ്മന്തൂർ എന്നീ വാർഡുകളിലാണ് BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ആ വളർന്നു വരുന്ന പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 10-ൽ താഴെയുള്ള
സംഖ്യയിൽ BJP ജയിച്ചു വരും. ആ ജയിച്ചു വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലകളിൽ എടുത്തു നോക്കിയാൽ പുനലൂർ നിവാസികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ ഇടതും വലതും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. ഇവിടെ എവിടെയാണ് ഈ ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? ഇത് ഇപ്പൊ തന്നെ കേരളം വിട്ടാൽ ഇവർ തമ്മിലുള്ള സഖ്യമല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ BJPയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് ഇടതും വലതും മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ചില ആരോപണങ്ങളാണ്. 2 വർഷം മുമ്പ് BJP പ്രവർത്തകൻ CPM-മായി ഉണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കക്കോട് വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷിനാണ് ജീവൻ നഷ്ടമായത്. ആ വാർഡിലും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല. BJP എല്ലാ സീറ്റിലും NDA എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്ന BJP പല വാർഡുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ നിർജ്ജീവമായ പ്രവർത്തനമാണ് BJP നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാനാണ് BJPയുടെ ആ ശ്രമം. മാത്രമല്ല കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും BJP നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുകയും ശക്തമായ മത്സരത്തിന് ശ്രമം നടത്തുകയും ഇതിനകം ചെയ്തിട്ടുണ്ട്. കുതിരച്ചിറ എന്ന പുതിയ വാർഡ് കൂടി രൂപപ്പെട്ടതോടെ നിലവിൽ 36 വാർഡുകളാണ് പുനലൂർ നഗരസഭയിലുള്ളത്. അതേസമയം UDFന് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ മികച്ച പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ആകെയുള്ള 35 സീറ്റുകളിൽ 21 സീറ്റുകളിൽ LDFും 14 സീറ്റുകളിൽ UDFുമാണ് വിജയിച്ചത്. ന്യൂസ് 18 പുനലൂർ. 9 മണി വാർത്തയുടെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.